അറിവ് വളരുമ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു. ജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനവും ഉണ്ടാകുന്നു. ജ്ഞാനമുള്ളവരുടെ വാക്കുകൾക്ക് എല്ലായിടത്തും സ്വീകാര്യത ലഭിക്കുന്നു. കാരണം വാക്ക് അഗ്നിയാണ് എന്ന് പറയുന്നു. അതുപോലെ ഒരാളെ വളർത്തുവാനും തളർത്തുവാനും അതുകൊണ്ട് സാധിക്കുന്നു. നാക്ക് നന്നായാൽ നാടും വീടും നന്നായി എന്ന ഒരു ചൊല്ലു തന്നെയുണ്ട്. ജ്ഞാനം ലഭിക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെയോ സരസ്വതി ദേവിയെയോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ബുദ്ധിപരമായ തെറ്റുകൾ മാറ്റി വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്താൻ ഈ ഭജനം സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും ഓർമ്മശക്തിയും ഇതുകൊണ്ട് വർദ്ധിക്കും. ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും അധിപനായ ബുധനെ ദിവസവും ഭജിക്കുന്നത് നല്ലതാണ്. ബുധനാഴ്ചകളിലെങ്കിലും ബുധഗായത്രി, ബുധസ്തോത്രം എന്നിവ ചൊല്ലുന്നതും നല്ലതാണ്. പ്രിയങ്കു മൊട്ടുപോലെ ഇരുണ്ട നിറമുള്ള, സൗന്ദര്യത്തിന് തുല്യതയില്ലാത്ത, ശാന്തനും ശാന്തഗുണവാനുമായ ആ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം.